പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എത്ര ജന്മങ്ങള് ഇവിടെ കടന്നു പോയാലും നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും നിന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങള് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. ഈശോയെ, നിന്റെ തിരുവുത്ഥാനത്തിന്റെ അന്തരാത്മാവിനെ അനുഭവിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനിയും നിന്റെ നാമം എത്തിച്ചേരാത്ത ഇടങ്ങളുണ്ട് ലോകത്ത്. നിന്റെ നാമത്തെയും നിന്റെ വചനത്തെയും അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ട് ലോകത്ത്. കർത്താവേ, അവരെല്ലാം കാലത്തിന്റെ അവസാനം മുമ്പ് നിന്നെ സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, തിരുദാനത്തിന്റെ ശക്തിയാൽ ലോകത്തെ ജയിക്കാൻ കഴിയും. പക്ഷെ വൈരാഗ്യം, വിദ്വേഷം, ചതി, പരസ്പരമുള്ള ജയപരാജയങ്ങൾ, ലോകത്തിൻ്റെ ശക്തിക്ക് അടിപ്പെട്ടു പോയ അവസ്ഥകൾ മൂലം അകന്നുപോയ ഭാര്യാഭർത്താക്കന്മാർ, ഇങ്ങനെ പല തിന്മകൾ കിടക്കുന്ന ഒരു കർത്താവെ, നിന്റെ തിരുവുത്ഥാനത്തിൻ്റെ ശക്തി ആസ്വദിക്കാനും ആവഹിക്കാനും പങ്കാളികളാകുവാനും എല്ലാം ക്ഷമിക്കാൻ കുടുംബത്തെ ഐക്യപ്പെടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അകന്നു നിൽക്കുന്ന മാതാപിതാക്കന്മാർ ഐക്യപ്പെട്ട് ജീവിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ്, തിരുവുദ്ധാന സന്തോഷം എല്ലായിടത്തും ഉണ്ടെങ്കിലും ചില വീടുകളിൽ സന്തോഷമില്ല. സാമ്പത്തിക തകർച്ചയുണ്ട്, കേസ് അകപ്പെട്ടിരിക്കുന്നവരുണ്ട്, പരീക്ഷാ ഭീതികളുള്ളവരുണ്ട്, പലതരത്തിലെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകുന്ന ആശങ്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള വേവരാതികളും വേദനകളെ കർത്താവ് നിന്നോട് കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്റെ തിരുവുത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ അവരെയും പങ്കാളിയാക്കണമെന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാനെപ്പോഴും ഓർക്കുകയും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പത്രോസിനെയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാളെ ഈ കുറേ മനുഷ്യർ അദ്ദേഹത്തെ വെറുതെ എടുത്തുചാട്ടക്കാരനായിട്ട് പറയും. അദ്ദേഹം ഒരു എടുത്തുചാട്ടക്കാരനുമല്ല. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ അദ്ദേഹം എടുത്തുചാട്ടക്കാരനാണെങ്കിലല്ല, ഈ ഇന്നലെ കയറി വന്ന പൗലോസ് കൂട്ടത്തിൽ വെച്ച് അങ്ങയുടെ ഫരിസേയമായ ഒരു തണ്ടര് കാണിക്കുന്നുണ്ട് പത്രോസിൻ്റെ അടുത്ത്. പക്ഷെ ആ സമയത്ത് പത്രോസ് കാണിക്കുന്ന സൗമ്യത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പൗലോസിനോടൊരു നീരസം തോന്നും. ഇവൻ ഇന്നലെ കയറി വന്ന ആളല്ലേ. എന്നിട്ട് കർത്താവ് അധികാരം ഏൽപ്പിച്ചതിനോടൊക്കെ കൊണ്ട് കൈ ചൂണ്ടി സംസാരിക്കണില്ല അത് വരുന്നു. അപ്പോൾ എനിക്ക് പൗലോസിനോട് അന്നും ഇന്നും ഒത്തുതീർപ്പ് വന്നിട്ടില്ല ശരിക്കും. പ്രബോധനം ഭയങ്കര ഗംഭീരമാണെങ്കിലും സ്വഭാവം എനിക്ക് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. കാര്യം നമ്മൾ എടുത്തുചാട്ടക്കാണെന്ന ഒരു ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ആള് പക്ഷേ എടുത്തുചാട്ടം കാണിക്കേണ്ടത് ഇവിടെയാണ്. പക്ഷേ ആ മനുഷ്യൻ കർത്താവിൻ്റെ എല്ലാവിധ പക്വതയോടും കൂടിയാണ് പൗലോസ് കൂട്ടത്തിൽ വെച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ആ വിഷയത്തെ സംയമനത്തോടെ കരുതുന്നത് എന്താണ്. അതാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി പത്രോസ് കണ്ടതുപോലെ വല്ലതും ആരെങ്കിലും കണ്ടോ? പത്രോസ് കർത്താവിനോട് സംസാരിച്ച പോലെ ആരെങ്കിലും സംസാരിച്ചോ? ആർക്കെങ്കിലും അവസരം കിട്ടിയോ? ആർക്കെങ്കിലും കർത്താവ് വാതിൽ തുറന്നു കൊടുത്തോ? ഇല്ല. ഈ മനുഷ്യൻ ഭയങ്കരനാണ്. ഈ മനുഷ്യനാണ് ഒരിക്കൽ പറയണതേ, ദേവാലയത്തിലേക്ക് 9-ാം മണിക്കൂറിൽ പോകത്തില്ലേ, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടും. അപ്പം കൈ നീട്ടുമ്പോൾ ഈ മനുഷ്യൻ അറിയാതെ പണ്ടത്തെ ഓർമ്മയ്ക്ക് പണ്ട് കുറേ കാശുണ്ടായിരുന്ന ആളാണ്. കാര്യം എൻ്റെ വെള്ളത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. ഇപ്പം കർത്താവ് വിളിക്കണാകുമ്പോൾ കാശ് ഇരിക്കണമെന്നുണ്ട ആളാണ്. പക്ഷേ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടി പത്രോസിനും താക്കോല് യൂദാസിനും കൊടുത്തു. അതൊരു വല്ലാത്ത ഒരു സംഘർഷമായിരുന്നു പത്രോസിൻ്റെ ജീവിതം മുഴുവനും. അധികാരമില്ല പത്രോസിന്, താക്കോല് യൂദാസിന്. എങ്ങനെ വർക്കൗട്ട് ചെയ്യും? അപ്പോസ്തലന്മാരെല്ലാം കമ്മ്യൂണിറ്റി കണക്ഷൻസും കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ പറയണതെല്ലാം പത്രോസിനോട്. പക്ഷെ കൊടുക്കേണ്ടതാരാണ്? യൂദാസ് കൊടുക്കുക. ആ കള്ളനായതുകൊണ്ട് യോഹന്നാൻ എടുത്ത് പറയുന്നുണ്ട് ആ പെട്ടിയിൽ നിന്ന് വീഴുന്ന കാശൊക്കെ അവൻ അടിച്ചു മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ കള്ളന്മാരൊരിക്കലും മറ്റവർക്ക് ഒന്നും കൊടുക്കത്തില്ലല്ല. അപ്പോൾ അപ്പോസ്തലന്മാർ നിറഞ്ഞ ഒതുങ്ങിയൊരു ജീവിതമാണ് അപ്പോസ്തലന്മാർ. പ്രത്യേകിച്ച് നേതാവായി നിൽക്കുകയും ചെയ്യും, പക്ഷെ നിസ്സഹായനായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു 10 ദിവസമുണ്ട്. അതിനൊന്നും അദ്ദേഹം ഒരിക്കലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ആ ഒരു സംഘർഷത്തിലൂടെ അവരുടെ കൂട്ടായ്മയിലുണ്ടാകുന്ന സംഘർഷത്തിലൂടെ ആ മനുഷ്യൻ പോയിട്ട് ഒരു കുറ്റക്കാരോട് പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരിക്കൽ ചെകുത്താനെന്ന് വിളിച്ചു. അപ്പോഴും യൂദാസെന്ന് സ്നേഹിത എന്നാണ് യൂദാസിനെ വിളിക്കുന്നത്. അപ്പോൾ കർത്താവ് ഇവർ തമ്മിലുള്ള ബന്ധത്തെ പത്രോസ് പറയും, അങ്ങക്കെല്ലാം അറിയാമില്ല. അത് ഭയങ്കര രസകരമായ ഒരു ക്രിസ്ത്യൻ എന്ന് പറയാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് പീറ്ററാണ്. ശരിക്കും കാര്യം എല്ലാ മേഖലകളിലും ഒതുങ്ങേണ്ട പാട്ടിൽ ഒതുങ്ങുമ്പോഴും പൊട്ടിത്തെറിക്കാൻ നിൽക്കും. എടുത്തുചാട്ടക്കാരാണെങ്കിൽ പൊട്ടിത്തെറിക്കുമല്ല.
പൊട്ടിത്തെറിക്കാതെ നിൽക്കും. യൂദാസിൻ്റെ എല്ലാ പൊളിറ്റിക്സിൻ്റെയും ബലിയാടായിക്കൊണ്ട് നിൽക്കുന്ന ആളാണ്. അപ്പോഴും സംയമനത്തോടെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പിഴവ് നമ്മൾ കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് കർത്താവ് ഇല്ലാഞ്ഞ തിരുവുത്ഥാനത്തിൻ്റെ ശേഷം ഉണ്ടായിരുന്ന സമയത്തും ഈ പൗലോസ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കയറുന്ന സമയത്തും അദ്ദേഹം സംയമനം പാലിക്കും. ഈ ആളാണ് ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടും. ഒത്തിരി കാശുണ്ടായിരുന്നൊരു ആളല്ലേ, അറിയാതെ ചിലപ്പോൾ ആരൊക്കെ ഉറുമാരി നോക്കിക്കാണും. എന്നിട്ട് പറയണ വാർത്തമാനം ഭയങ്കരമാണ്, നല്ല ബോധമാണ്. പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല. അതില്ല. കർത്താവ് മരിച്ചുപോയി, കാശ് കിഴിയും യൂദാസിൻ്റെ കയ്യിലായി. അയാൾ ചത്തപ്പോൾ അതുകൊണ്ട് ദേവാലയത്തിൽ എറിഞ്ഞു കളഞ്ഞ് ആ കാശ് അതിനാലേ പോയി. അവിടുത്തെ പുരോഹിതന്മാർ അത് കൊടുത്ത് രക്തത്തിൻ്റെ വയൽ വാങ്ങിയ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം തെണ്ടിത്തിരിഞ്ഞ് കാലണയില്ലാതെ കാപ്പൊടിക്കാൻ കാശ് നടക്കേണ്ട കാലമാണ്. എന്നിട്ടും വിട്ടുകൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ പറയും, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, പക്ഷെ എനിക്കൊരു സമ്പത്തുണ്ട്. അതാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യത പറഞ്ഞത്. ആരാണത്? ഉത്ഥാനം ചെയ്ത നസ്രായനായ യേശു. Stand up in the name of Jesus. അതിനേക്കാൾ വലിയ ലോകാത്ഭുതം ഉണ്ടാകും. അപ്പോസ്തല പ്രവർത്തനം 3:6. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എൻ്റെ ഈ പൊന്നില്ല, വെള്ളിയില്ല, എനിക്ക് പേരില്ല, പകിട്ടില്ല, പത്രാസില്ല, പാരമ്പര്യമില്ല, പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്. നസ്രായന യേശു തിരുവുത്ഥാനം ചെയ്ത ആ ഒരു വിശ്വാസത്തേക്ക് വന്നാൽ തിരുവുത്ഥാനം കൊണ്ട് നമ്മൾ ലോകത്തെ ജയിക്കും, ജീവിതത്തെ ജയിക്കും. പത്രോസിനെ പോലെ തിരുവുത്ഥാനം കൊണ്ട് ജീവിതത്തെ ജയിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹാപ്പി ഈസ്റ്റർ. നമുക്ക് ക്ഷാമം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം നീ പരിപൂർണമായിട്ട് ദൈവത്തെ ആശ്രയിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തെ ആശ്രയിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ക്ഷാമം. പിന്നെ ആ ദൂതപുത്രൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും ദൂതപുത്രൻ എന്താ ചെയ്യുന്നത്? അവൻ്റെ കയ്യിൽ പണമുള്ളത് കൊണ്ട്, പണമുണ്ടായിരുന്നു, പണമുള്ളത് വരെ എന്താ പറ്റിയത്? അവൻ ആരെ ആശ്രയിച്ചില്ല? പിതാവിനെ ആശ്രയിച്ചില്ല, ദൈവത്തെ ആശ്രയിച്ചില്ല. അപ്പോൾ ആ നാട്ടിൽ ക്ഷാമം ഉണ്ടാകും. ക്ഷാമം വന്ന് ദൈവത്തിൻ്റെ ആശ്രയം വിടുമ്പോഴത്തേക്ക് ക്ഷാമം ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ കയ്യിലിരുന്നതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ പിതാവിനെ ആശ്രയിച്ച്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലാണെങ്കിൽ എനിക്ക് ഭക്ഷണം കിട്ടുമായിരുന്നു, എന്ത് നല്ല ഭക്ഷണം, എന്ത് നല്ല സൗഖ്യം എന്ന് പറഞ്ഞ് പിതാവിനെ ആശ്രയിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവനിക്ക് അനുതാപം വന്ന്, പിതാവേ, ദൈവമേ, ഞാൻ നിൻ്റെ മുമ്പിൽ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അനുദപിച്ചപ്പോൾ പിന്നെ ദൈവത്തിലേക്ക് അവൻ തിരിച്ച് പിതാവിലേക്ക് എത്തി. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസും യൂദാസിനും സംഭവിച്ചതാ. പത്രോസിന് അനുദപിക്കാൻ സാധിച്ച്, രണ്ടുപേരും, പത്രോസാണ് കൂടുതൽ പാപം ചെയ്തത്, 3 പാപം പത്രോസ് ചെയ്ത്. പക്ഷെ പത്രോസിന് അനുദപിക്കാൻ സാധിച്ച്, യൂദാസ് ഒരു പാവമേ ചെയ്തോളൂ, അനുദപിക്കാൻ സാധിച്ചില്ല. അത് കാര്യം എന്താ? ആശ്രയമില്ലായിരുന്നു. യൂദാസിൻ്റെ കയ്യിൽ പണസഞ്ചി യൂദാസിൻ്റെ കയ്യിലായിരുന്നു. അത് ബൈബിളുണ്ട്. അവൻ്റെ ആവശ്യത്തിന് അവൻ അതിലിരുന്ന് കാശ് എടുക്കുമായിരുന്നു. അത് ചേർത്ത് വെക്കുന്ന എന്താ? നാളെ ഈശോനെ ആരെങ്കിലും കുരിശിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ, ഞാൻ എല്ലാം വിട്ടിട്ട് വന്നിരിക്കുകയല്ലേ, എനിക്ക് ജീവിക്കാൻ പണം വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പം അവൻ്റെ കയ്യിൽ വേറെ ആശ്രയം പണമായിരുന്നു. പണം ആശ്രയമായിരുന്നപ്പോൾ യൂദാസിന് അനുദപിക്കാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലായ? നമുക്ക് അനുദപിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് ആശ്രയം ദൈവത്തിൽ ഇല്ലാതെ പോകുന്നതാണ്. പക്ഷെ പത്രോസിൻ്റെ കയ്യിൽ, പത്രോസ് 3:7 പറയുമ്പോഴത്തേക്കും, അപ്പോസ്തല പ്രവർത്തനം 3:7 പറയുമ്പോൾ പത്രോസിൻ്റെ കയ്യിൽ 25 പൈസയില്ല, നാളിനെ കാശില്ല.
അപ്പോൾ അതാ പറയണേ, എൻ്റെ കയ്യിൽ കാശോ പണമോ ഇല്ല, എൻ്റെ കയ്യിൽ ഈശോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന്. അപ്പോൾ പത്രോസ് സൂക്ഷിച്ച് വെക്കില്ല ഒന്നും, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. പത്രോസിൻ്റെ വായിരുന്നു വന്നാൽ എൻ്റെ കയ്യിൽ കാശോ പണമോ ഇല്ല, പക്ഷേ എനിക്ക് ഉള്ളത് ഒരാളുണ്ട്, ഈശോ ഉണ്ട്. അപ്പോൾ ഈശോയുടെ ആശ്രയം ഉണ്ടായി. അതുകൊണ്ട് അന്ന് പത്രോസിന് അനുദപിക്കാൻ സാധിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ ആശ്രയം വലിയൊരു വിഷയമാണ്. എങ്ങനെയാണ് ആശ്രയിക്കുക? ദൈവത്തെ എങ്ങനെയാണ് ആശ്രയിക്കുക? ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, ഡിപ്പെൻഡ് ചെയ്യണം, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യണം, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യണം. ഏത് സാഹചര്യത്തിലും സീറാക്ക് പ്രഭാഷകൻ 2:3, ദൈവത്തെ വിട്ട് അകന്ന് പോകരുത്. എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. പ്രാർത്ഥന വിട്ടുപോകരുത്, കുർബാന വിട്ടുപോകരുത്, പ്രൈസ് ദി ലോർഡ്, ബൈബിൾ വായന വിട്ടുപോകരുത്. നമുക്കൊക്കെ സംഭവിക്കുന്ന ആദ്യം കുടുംബ പ്രാർത്ഥന വിട്ടുപോകരുത്. വീട്ടിലൊരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ, ഭാര്യയായിട്ട് വഴക്കുണ്ടായി, ഭർത്താവായിട്ട് വഴക്കുണ്ടായ അന്ന് മുടങ്ങും കുടുംബ പ്രാർത്ഥന. അന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം, വേണമെങ്കിൽ ആ മനുഷ്യൻ വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ പ്രൈസ് ദി ലോർഡ് അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. അതും പതുക്കെ പ്രാർത്ഥിക്കുക. അങ്ങേര് വരാൻ ലേറ്റായാൽ ഇവിടെ പെട്ടെന്ന് പ്രാർത്ഥിച്ച് പകുതി തീർക്കും, എന്നിട്ട് ഒരു നോട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇല്ല, ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരിക്കലും പിശാചിൻ്റെ കയ്യിൽ നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. എന്ത് തന്നെ സംഭവിക്കട്ടെ, എന്ത് വഴക്കുണ്ടായിക്കോട്ടെ, എന്ത് തന്നെ. അപ്പോൾ ഒന്ന് എഴുതിയിൽ വെച്ച് കാണിക്കണം. ഒന്ന് നമുക്ക് കുടുംബ പ്രാർത്ഥന ചെയ്തിട്ട് പിന്നെ വഴക്ക് തുടരാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തോളണം. ബൈബിൾ വായന പഠിക്കണം. അതില്ലാതെ ചില പെണ്ണുങ്ങൾക്ക് സ്വഭാവമുണ്ട്, ബൈബിൾ വായിക്കുന്നത് ഭർത്താവായിട്ട് ദേഷ്യം തീർക്കുക, അങ്ങനെ നല്ല കിടന്നുറങ്ങുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് അങ്ങനെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് വലിച്ച്. ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഒരാൾക്ക് ഒരു കാര്യം, സമാധാനം എപ്പോഴും നിങ്ങൾ നോക്കണം. ദൈവമക്കൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, നിങ്ങൾ പഴയ ആളായിരിക്കരുത്. അപ്പോൾ സമാധാനം നഷ്ടപ്പെടുക, ആ പ്രവൃത്തി ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. നേരത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേപോലെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നോക്കണം, ബൈബിൾ വായന മുടങ്ങാതെ നോക്കണം, അത് വഴക്കില്ലാതെ നോക്കണം. അപ്പോൾ ചേർന്ന് നിൽക്കുക, അതാണ് ആശ്രയം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം എങ്ങനെയാണ് നമുക്ക് ഈ അവസരം തന്നെയെന്ന് വെച്ചാൽ, അവസരം തന്നത് അനുദപിക്കാൻ വേണ്ടിയിട്ടാണ്. അനുദപിച്ച് നമ്മളെ എന്ത് പഠിപ്പിക്കാൻ? അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? അനുതാപം എന്താ? പാപം എന്താണ്? അനുസരണയില്ലായ്മയാണ് പാപം. ദൈവവചനം അനുസരിക്കാതെ നമ്മൾ എതിരെ പ്രവർത്തിക്കുന്നതാണ് പാപം. അപ്പോൾ അനുതാപം എന്താണ്? അനുതാപം, ദൈവവചനം ഞാൻ അനുസരിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം അനുസരണ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിലേക്ക് ചില സഹനങ്ങൾ അയക്കും. 2 കൊരിന്ത്യർ 7:10. അപ്പോൾ ദൈവം അയക്കുന്ന സഹനം നമ്മളെ അനുതാപത്തിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അയക്കുന്ന സഹനം നമ്മളെ അനുതാപത്തിനാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു ഉത്കണ്ഠ വന്നു കഴിഞ്ഞാൽ അപ്പം മുട്ടിപ്പേർന്ന് അനുദപിക്കാൻ പഠിക്കണം. ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് വേറെ എല്ലാം ചെയ്യേണ്ടത്. ദൈവമേ, ഞാൻ ഈ പാവം ചെയ്തു. ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ച് എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത കാര്യം വന്നാൽ അപ്പം മുട്ടിപ്പേ നിന്ന് അനുദപിക്കണം. മനസ്സ് തുറന്ന് അനുദപിച്ചിരിക്കണം. അപ്പം അനുദപിക്കണം. അനുദപിച്ച് കഴിഞ്ഞാൽ ഈ ദൈവം ചെയ്യുന്ന എന്താ? ഈ സഹനം വരുമ്പോൾ അനുദപിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പഠിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾക്ക് ദൈവവചനം അനുസരിക്കാൻ സാധിക്കും. അത് വെറുതെ ഇല്ല ഞാൻ പറയണം, വചനമുണ്ട്. ഹെബ്രിയ 5:8-9 ദൈവപുത്രനായിട്ട് പോലും സഹനം വഴിയാണ് പുത്രൻ അനുസരണ പഠിച്ചതെന്ന് പറയുക ഇതിൽ. പ്രൈസ് ദി ലോർഡ്. അനുസരണയ്ക്ക് വന്നത്, അനുസരണ ഇതുവഴിയാണ് അനുസരണ ഉണ്ടായത്? സഹനം വഴിയാണ്. സഹനം വന്നപ്പോൾ അത് അനുസരിച്ച്, പുത്രനനുസരിച്ച് സഹനം വന്നപ്പോൾ വിട്ടുമാറിയില്ല. ഈ പാനപാത്രം എന്നിലിരുന്ന് അകത്തിനെ എന്ന് പറയുമ്പോഴത്തേക്ക് നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എന്തെന്നാ?
പിതാവിനെ അനുസരണ പഠിച്ചതാ. അപ്പം നമ്മ ചെയ്യുന്നത്, നമുക്കും പിന്നെ സഹനങ്ങൾ അനുസരണ പഠിക്കാനാണ്. അവൻ പറയുന്നത് ചെയ്യാൻ പഠിക്കാനാണ് ഈ സഹനം തന്നെ. അപ്പോൾ സഹനം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? ആദ്യം അനുദപിക്കുക. അനുദപിച്ച് കഴിയുമ്പോൾ ഇതിൽ ഹെബ്രിയ 5, 8, 9 പറയുന്നത് എന്താണ്? ഇങ്ങനെ അനുസരണ പഠിക്കുമ്പോൾ നിങ്ങൾ പരിപൂർണതയിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി ഒരു പരിപൂർണതയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പരിപൂർണതയാണ് ഉടമ്പടി ജീവിതം. അവൻ പറയുന്നത് ചെയ്യുക, അനുസരണ പഠിക്കുന്നതാണ്. അത് ഹെബ്രിയ 5 അധ്യായം 8, 9 അനുസരണ വഴിയാണ് ഈശോ പരിപൂർണതയിലേക്ക് എത്തിയത്. അപ്പോൾ പെർഫെക്റ്റ് ആയത്, പെർഫെക്റ്റ്. അപ്പോൾ പൂർണ്ണതയിലേക്ക് എത്തും. പൂർണ്ണത എന്താണ്? പൂർണ്ണത യോഹന്നാൻ 15:10 നീ എന്നെ അനുസരിക്കുമ്പോഴത്തേക്കും നീ എന്നിൽ സ്ഥിരീകരിക്കും, നിലനിൽക്കും, എൻ്റെ കൂടെ ആയിരിക്കും, എൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. അനുസരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ യോഹന്നാൻ 15:7 എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ അവർ എന്ത് ആഗ്രഹിച്ച് ചോദിച്ചാലും ഞാൻ അവർക്കത് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു വഴിയാണ് എങ്ങനെ? അനുസരണ പഠിക്കണം. അനുസരണ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനുസരണ പഠിക്കണമെങ്കിൽ ഹെബ്രിയ 5:8 സഹനത്തെ ഏറ്റെടുക്കണം. അതിൽ അനുദപിക്കണം. അനുതാപമാണ് ദൈവത്തെ ആശ്രയിച്ച് നിന്നാൽ മാത്രമേ അനുദപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കണം? ആശ്രയം പഠിക്കും, അനുതാപം പഠിക്കും, പിന്നെ പഠിക്കുന്നത് എന്താണ്? ആശ്രയം പഠിക്കും, അനുതാപം പഠിക്കും, അത് കഴിഞ്ഞാൽ അനുസരണ പഠിക്കുക. അനുസരണയാണ് അവൻ പറയുന്നത് ചെയ്യാൻ സാധിക്കുക. നമുക്കൊക്കെ ബുദ്ധിമുട്ട് വരും. എനിക്കെന്താ ഈ വചനം പാലിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ഭയങ്കര അത് ബുദ്ധിമുട്ടാണല്ലോ. അത് നമ്മൾ പഠിക്കുന്നത് അനുസരണ പഠിക്കണം. അത് അനുതാപം വഴിയേ നമുക്ക് കിട്ടുള്ളൂ. ദൈവത്തെ ആശ്രയിച്ചിരിക്കണം, ചേർന്ന് നിൽക്കണം, വിട്ടുപോകരുത്. നമുക്ക് ആവശ്യമുള്ള പോലെ നാളെ കുടുംബ പ്രാർത്ഥന ചൊല്ല, ഇല്ല മറ്റന്നാൾ ചൊല്ല, ബൈബിള് വായന ഇന്ന് വിട്ടുപോയില്ല നാളെ ചൊല്ലിക്കോളാം, ഇന്ന് കുറച്ച് വായിച്ചാൽ മതി, അങ്ങനെയൊക്കെ നമുക്ക് പറ്റും. അത് ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കണം, ആശ്രയിച്ചിരിക്കണം. എന്ത് കാര്യം വന്നാലും സങ്കടപ്പെടാതെ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ നിന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുക, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം തരിക. അത് കാലേ കയറി പിടിക്കുക. ദൈവത്തിൻ്റെ ഒറ്റ കാര്യമാണ് ദൈവത്തെ ആശ്രയിച്ചിരിക്കുക, അനുദപിക്കുക. അന്നന്ന് വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞമ്മ ചൊല്ലിയത് എല്ലാം ചൊല്ലി അനുദപിക്കണം. ദൈവമേ എൻ്റെ വാക്കാൽ, നാവാൽ ഞാൻ പാപം ചെയ്ത്, ചിന്തയാൽ ഞാൻ പാപം ചെയ്ത്, മറ്റുള്ളവരോട് എനിക്ക് ദേഷ്യം തോന്നി, എനിക്ക് അവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുറിവുകൾ ഹൃദയത്തിലുണ്ടെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കില്ല. മുറിവ് എനിക്ക് ഉണക്കി തന്നെ. പക്ഷേ അവരെക്കാൾ മോശമാണ് ഞാൻ ആരോടാണ് ദേഷ്യപ്പെടുന്നതോ അവർ എന്നോട് ചെയ്ത തെറ്റിനേക്കാളും ഞാൻ വളരെ മോശമാണ്. ദൈവമേ നിന്നെ നോക്കുമ്പോഴത്തേക്ക് നീ കൽപ്പിച്ചതൊന്നും ഞാൻ പാലിക്കാൻ സാധിച്ചിട്ടില്ല, ഞാൻ മോശമാണ്, ഞാൻ എൻ്റെ പാവം ഏറ്റുപറയാണ്, എന്നെ ശക്തിപ്പെടുത്തണേ ദൈവമേ, എന്നെ കൃപയാൽ നിറയ്ക്കണേ എന്ന് പറഞ്ഞ് ഞമ്മ അത് ചൊല്ലി അനുദപിക്കണം. ആശ്രയം, അനുതാപം. അപ്പം നിങ്ങൾക്ക് അനുസരിക്കാൻ സാധിക്കും ദൈവത്തെ. അപ്പോൾ പൂർണ്ണതയിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കാൻ സാധിക്കും എപ്പോഴും. അതുതന്നെയാണ് ഉടമ്പടി ജീവിതം. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നീ ആഗ്രഹിക്കുന്നതെല്ലാം, നീ ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം നിൻ്റെ ആഗ്രഹം എന്താണെന്ന്. ദൈവം അത് നിനക്ക് തരും. അത് അങ്ങനെയാണ് നമ്മൾ സാക്ഷിയായിട്ട് ജീവിക്കാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി അമ്മ. ഞങ്ങൾക്ക് അനുതാപം പഠിപ്പിച്ചു തന്നെ, ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണേ. അതുപോലെ ഞങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള അനുഗ്രഹം, നീ എങ്ങനെയാണ് നിൻ്റെ മകനോട് ചേർന്ന് നിൽക്കുന്നതോ അതുപോലെ നിൻ്റെ കൂടെ, നിൻ്റെ മകൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള അനുഗ്രഹം
ഞങ്ങൾക്ക് തരണേ, ഞങ്ങളെ കൃപയാൽ നിറയ്ക്കണേ, ഞങ്ങളെ അനുസരണ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ആ ബോധ്യം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളെ അനുവദിച്ച് തരുന്നത് ഞങ്ങൾ അനുദപിക്കാനും അനുസരണ പഠിക്കാനും പൂർണ്ണതയിലേക്ക് എത്തി നിൻ്റെ മകൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്.